കാരണം ഇത് കേൾക്കാതിന്റെ അപ്പുറം ഞാൻ കേട്ട് എന്തോ ആർക്കും എന്നെ അങ്ങോട്ട് ഇഷ്ടമല്ലായിരുന്നു. ഇതെനിക്ക് സ്ട്രെസ് താങ്ങാനാവാതെ ചിലപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ചെയ്യുമായിരിക്കും. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം കൊല്ലം സുധിയുടെ മകനായിട്ടുള്ള കിച്ചുവിന്റെ ഒരു വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവനവന്റെ യൂട്യൂബിൽ മൈ ലൈഫ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട ഒരു വീഡിയോ. ഈ വീഡിയോയിൽ കുറെ കാര്യങ്ങൾ ഈ ചെറുക്കൻ തുറന്നു പറയുന്നുണ്ട്. അവൻ ലൈഫിൽ നേരിട്ട ദുരിതങ്ങളും അവന്റെ ഒറ്റപ്പെടലുകളും അവഗണനയും നിസ്സഹായാവസ്ഥയും, ഒരച്ഛൻ എങ്ങനെ ആവാൻ പാടില്ല, ഒരമ്മ എങ്ങനെ ആവാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് ആ ചെറുക്കൻ പറയുന്നുണ്ട്. ബാഡ് പേരന്റിങ് ഒരു കുട്ടിയെ എങ്ങനെ അഫക്റ്റ് ചെയ്യാമെന്ന് വ്യക്തമായിട്ട് കിച്ചുവിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ഉറപ്പായിരുന്നു രേണുസുതി എന്താണെങ്കിലും പ്രതികരിച്ചു വരും, അല്ലെങ്കിൽ രേണുസുതിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഡ്രാമ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. കാര്യം കിച്ചു ഈ ഒരു വീഡിയോയ്ക്കകത്ത് രേണുസുതിയെ പറ്റിയും പറയുന്നുണ്ടായിരുന്നു. പതിവ് പോലെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ആയിട്ട് രേണു വന്നു. വീഡിയോയുടെ ക്യാപ്ഷൻ ഇതാണ്: മേ ബി ഐ ഗെറ്റ് ദ ലാസ്റ്റ് ഡിക്ഷൻ ഇൻ ദ എൻഡ് ഓഫ് മൈ ലൈഫ്. എന്തരാണ് ഇത് ലാസ്റ്റ് ഡിക്ഷൻ? എന്തരാണ് ഉദ്ദേശിച്ചെന്ന് മനസ്സിലാവുന്നില്ല. ഇതെന്റെ ജീവിതത്തിന്റെ അവസാനമാണെന്നെങ്ങാണോ ആയിരിക്കും ചേച്ചി ഉദ്ദേശിച്ചത്. കിച്ചുവിന്റെ വീഡിയോ നല്ല രീതിയിൽ രേണുവിനെ അഫക്ട് ചെയ്തിട്ടുണ്ടാവണം. കാര്യം രേണു പയ്യന്റെ അടുത്ത് ചെയ്ത കുറച്ച് കാര്യങ്ങൾ അവൻ പറയാതെ പറയുന്നുണ്ട്. അവൻ ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. രേണു മാത്രമല്ല, ആദ്യത്തെ അമ്മ ശാലിനി, രണ്ടാമത്തെ അമ്മ വീണ, മൂന്നാമത്തെ അമ്മ രേണു, ഇവരെ എല്ലാവരും ഈ പയ്യനെ ട്രീറ്റ് ചെയ്തതിന്റെ അല്ലെങ്കിൽ ഇവൻ അനുഭവിച്ചതിന്റെ 20% മാത്രമേ ആ വീഡിയോയിൽ പറയുന്നുള്ളൂ എന്ന്. മൊത്തം പറഞ്ഞു ഞാൻ ചിലപ്പം രേണു ഈ കരച്ചിലൊന്നും വന്നിരുന്നിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. ഇതിനേക്കാളും നിലവിൽ ചിലപ്പോൾ കരയേണ്ടി വരും ആളുകൾ കൺവിൻസ് ആവണമെങ്കിൽ. ഇപ്പൊ കരഞ്ഞു മെഴുകിക്കൊണ്ടാണ് വീഡിയോ ഇട്ടേക്കുന്നത്. ആൻഡ് ഇന്നലെ കിച്ചു രേണുവിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് രേണുവിന്റെ വീട്ടിലോട്ട് പോവാം. ഒരു ദിവസം അച്ഛൻ വന്നിട്ട് പറഞ്ഞു, നാളെ ഷൂട്ടുണ്ട്, ഒരു ഫ്ലവേഴ്സിന്റെ പ്രോഗ്രാം ഉണ്ട്, നീ വരണ്ട, അച്ഛനങ്ങ് പൊക്കോളാം. അമ്മയ്ക്ക് അതും ഇതൊക്കെ ഓരോ പ്രശ്നങ്ങളായിരുന്നു. എന്നെ കൊണ്ടുപോകുന്നത് ഷൂട്ടിന്, ഞങ്ങൾ രണ്ടുപേരും പോകുന്നത്, അതൊന്നും അമ്മയ്ക്ക് അങ്ങനെ വലിയൊരു താല്പര്യമില്ലാത്ത സംഭവം. കൊല്ലം സുധി ഷൂട്ടിനൊക്കെ പോകുന്ന സമയത്ത് ഇവനെ കൊണ്ടാണ് പോകുന്നത്. അതൊന്നും രേണുവിന് ഇഷ്ടമല്ലായിരുന്നു. നമ്മൾ ഫ്ലവേഴ്സിന്റെ ഒരു പ്രോഗ്രാമിന് ഈ കിച്ചുവും രേണുവും എല്ലാവരും കൂടെ വന്ന് നിൽക്കുന്ന സമയത്ത് ശശാങ്കം പറയുന്നുണ്ട്, എല്ലാവരും കൂട്ടുകാരെ കൊണ്ട് അല്ലെങ്കിൽ വേറെ ആൾക്കാരെ കൊണ്ടായിരിക്കും നമ്മൾ ഷൂട്ടിന് വരുന്നത്, ഇവിടെ നാണ്ട് ഒരുത്ത മോനെയും കൊണ്ടാണ് ഷൂട്ടിന് വരുന്നത് എന്ന് പറഞ്ഞ് അവിടെ കൊല്ലം സുധിയെ കളിയാക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പലപ്പോഴായിട്ട് ഈ സുധി കിച്ചുവിനെ കൊണ്ട് ഷൂട്ടിന് പോകാറുണ്ട്. അതൊന്നും രേണുവിന് ഇഷ്ടമല്ലായിരുന്നു. അതൊന്നും അമ്മയ്ക്ക് അങ്ങനെ വലിയൊരു താല്പര്യമില്ലാത്ത സംഭവമൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ അടിക്കുണ്ടായിട്ടുണ്ട്. എന്തോ ആർക്കും എന്നെ അങ്ങോട്ട് ഇഷ്ടമല്ലായിരുന്നു. പിന്നെ അമ്മയുടെ കാര്യം ഇപ്പൊ നോക്കുകയാണെങ്കിൽ അമ്മ അങ്ങനെ പോകുന്നത് എനിക്ക് എന്താ, ഞാൻ ഇപ്പൊ മനസ്സിലായില്ല. ആ ഒരു കണക്ഷനാണ് ഞങ്ങള്. അമ്മ വിളിക്കുന്ന വെച്ചാൽ അമ്മ എന്തെങ്കിലും അമ്മയുടെ കാര്യത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ ഇല്ല അങ്ങനെ ഞങ്ങൾ തമ്മില്. എന്തെങ്കിലും ഒരു ആവശ്യം അങ്ങനത്തെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതാണ് പറയുന്നത്. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒന്നുമല്ല. എന്റെ കിച്ചു, എന്റെ ഋതപ്പ എന്നൊക്കെ പറഞ്ഞ് രേണു കിടന്ന് കരയുന്നതൊക്കെ വെറുതെയാണ്. ഇവർ തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല. എനിക്ക് തോന്നുന്നു കിച്ചു ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടതിന്റെ പിന്നിൽ രേണു ആണെന്നാണ് തോന്നുന്നത്. രേണുവിന്റെ ഭീഷണി വല്ലതും ഭയന്നിട്ടായിരിക്കണം ചിലപ്പോൾ ഈ ചെറുക്കൻ ഈ വീഡിയോ ആയിട്ട് തന്നെ വന്നത്. അത് ഞാൻ പിന്നീട് പറയാം. എന്താണെങ്കിലും രേണു സുധി തന്റെ ഇൻസ്റ്റാഗ്രാമിൽ കരഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഈ കരച്ചിൽ എന്ന് പറയുന്നത് ഭയങ്കര മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഏത് പെണ്ണ് കരഞ്ഞ് വീടിട്ടാലും അതിനെ കണ്ണടച്ച് വിശ്വസിക്കുന്ന ജനങ്ങളാണ് നമ്മുടെ ചുറ്റുമുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഒരു കാര്യം പറയാം, കരഞ്ഞുകൊണ്ട് കണ്ണീര് ചാലിച്ച് ഏതെങ്കിലും ടീംസ് വന്ന് വീഡിയോ ഇടുകയാണെങ്കിൽ ഒരു 80% ടീംസും ഫേക്ക് ആണ്. നമ്മൾ അത്രയും വിഷമത്തോടിരിക്കുന്ന സമയത്ത് അത്രയും ജെനുവിനായിട്ട് നമുക്ക് ഒരു ക്യാമറ ഓണാക്കി വെച്ചിട്ട് അങ്ങനെ ഒന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. അത് ജനങ്ങളിലോട്ട് ഇട്ടുകൊടുത്ത് അവിടെ ഒരു മാനിപ്പുലേഷൻ നടത്താൻ, ആളുകളെ സെന്റിമെന്റലായിട്ട് ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഈ കരഞ്ഞുകൊണ്ടുള്ള വീഡിയോ എടുപ്പ് തന്നെ. പ്രത്യേകിച്ച് ഈ സ്ത്രീകളാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ഈ കരഞ്ഞുകൊണ്ടുള്ള പരിപാടി യൂസ് ചെയ്യുന്നത്. നമുക്കിനി രേണുവിന്റെ വീഡിയോ കാണാം. ഫേസ്ബുക്കും ഇൻസ്റ്റയും, ഫേസ്ബുക്കാണ് ഏറ്റവും കൂടുതൽ. ഒന്നും തുറക്കാൻ പറ്റുന്നില്ല. അത് വല്ല ഗ്ലിച്ചും ആയിരിക്കും. ഫേസ്ബുക്ക് ഒന്ന് മറ്റേ ഫോൺ സ്റ്റോപ്പ് ചെയ്തിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. വല്ല ഗ്ലിച്ച് എന്തെങ്കിലും ആയിരിക്കും തുറക്കാൻ പറ്റുന്നില്ലെങ്കിൽ. അല്ലാതെ വരാൻ സാധ്യതയില്ലല്ലോ. തുറക്കാൻ പറ്റാത്തിരിക്കും, കുഴപ്പമെന്താ? ഇവർക്ക് ഈ കണ്ടന്റോളികൾക്ക് രേണുസുതി വിത്ത് അല്ലെങ്കിൽ എബോവ് രേണുസുതി, ഈ രേണുസുതി എന്നുള്ള കണ്ടന്റ് മാത്രമേ ഉള്ളൂ അവർക്ക്. അതിന് വളം വെച്ച് കൊടുക്കുന്ന ആരാ? രേണു ആണ് അതിന് വളം വെച്ച് കൊടുക്കുന്നത്. രേണു തന്നെ പലപ്പോഴായിട്ട് വന്ന് പറയുന്നുണ്ട്, ഞാൻ ആവശ്യത്തിലധികം കണ്ടന്റ് ഒക്കെ നിനക്ക് തരുന്നില്ലേടാ എന്ന്. അപ്പം രേണുസുതിക്ക് അത് ആവശ്യമാണ്. തന്റെ കണ്ടന്റ് ചർച്ചാ വിഷയമാകണം. അതുകൊണ്ടാണല്ലോ ഈ കാട്ടായങ്ങളും കോമാളിത്തരങ്ങളും അപരാധങ്ങളും ഈ സോഷ്യൽ മീഡിയ കടന്ന് കാട്ടിക്കൂട്ടുന്നത്. ഇത് കാട്ടിക്കൂട്ടുമ്പോൾ ആളുകൾ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യും.
അങ്ങനെ റിയാക്ട് ചെയ്യുന്ന വീഡിയോ എന്തുകൊണ്ട് വൈറലാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഈ അപരാധം കാണുമ്പോൾ ജനങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഒരുത്തൻ വന്ന് വീഡിയോ ഇട്ട് സംസാരിക്കുമ്പോൾ അവർക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പറയാനിരുന്നതാണ്, അവൻ പറഞ്ഞല്ലോ. ഈ ഒരു സാധനം ജനങ്ങൾക്ക് കിട്ടും. അവര് അത് കണ്ടങ്ങ് സംതൃപ്തി അടയും. ഇതാണ് രേണുവിനെ റിയാക്ഷൻ ചെയ്യുന്ന വീഡിയോസിന്റെ USP. അങ്ങനെയാണ് അവർക്ക് വ്യൂവർഷിപ്പ് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ ഈ കാട്ടപരാധം പടച്ചു വിടുന്നതുകൊണ്ടാണ് ആളുകൾ എടുത്ത് കോണ്ടന്റ് ആക്കുന്നത്. അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിനേക്കാളും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാലത്ത് ഇവരെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന പലരുമാണ് ഇപ്പൊ ഇവർക്കെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെ സപ്പോർട്ട് ചെയ്ത 1-2 ലേഡി ചെങ്ങാതിമാരൊക്കെ ഉണ്ടായിരുന്നു, അവര് വരിപ്പോ ഇവർക്കെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാ പറഞ്ഞ ഒരു കാലത്തും ഒരു തരത്തിലും ഇവരുടെ ഈ കാട്ടിക്കൂട്ടലുകളെ അല്ലെങ്കിൽ ഈ അലവലാതി പരിപാടിയെ സപ്പോർട്ട് ചെയ്യാനേ തോന്നത്തില്ലേ. അപ്പൊ പിന്നെ ആളുകൾ ഒന്ന് 4 പറയും. കുറ്റം പറയാൻ പറ്റുമോ അവരെ? വേറെ ഒരു കണ്ടന്റും ഇല്ല, തുറക്കാൻ പറ്റണില്ല. എന്നെ ബാധിക്കുന്ന കാര്യമല്ലെങ്കിൽ പോലും ചിലതൊക്കെ എന്നെ ബാധിക്കും. കാരണം ഞാൻ ജസ്റ്റ് എനിക്ക് ഫേസ്ബുക്കിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ കാണാൻ ഞാൻ നോക്കുമ്പോഴത്തേന് ഇങ്ങനെ വന്നിട്ട് ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സ് തുറന്നു കഴിഞ്ഞാൽ ഫുള്ളും ഞാൻ എന്തൊക്കെയോ അപരാധം ചെയ്തെന്നുള്ള മട്ടിലാണ് ഇത് മുഴുവനും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഒരു കണ്ടന്റാണ് രേണുസുതി. ഇവരൊക്കെ എന്തിന് കാശ് കിട്ടുന്നുണ്ടായിരിക്കും അവർക്ക് മാസം. ആ ചെറുക്കൻ 20% മാത്രമേ പുറത്ത് പറഞ്ഞിട്ടുള്ളൂ. ബാക്കി 80% കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ രേണുസുതി എവിടെ വരെ ചെല്ലുമെന്ന് നമുക്ക് പോലും ഒരു ധാരണയില്ല. ഒന്നാമത്തെ കാര്യം, രേണുവിന്റെ ഈ വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ ഈ കരച്ചിൽ കണ്ടിട്ട് ഒരു ജെനുവിനിറ്റീനെ അത് തോന്നുന്നില്ല. അതാണ് മെയിൻ. പിന്നെ ഇപ്പൊ എന്തുകൊണ്ട് ഈ കരച്ചിൽ വീഡിയോ ആയിട്ട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഫ്റ്റർ കിച്ചുവിന്റെ വീഡിയോ നല്ല രീതിയിൽ ഏറ്റിട്ടുണ്ട്. ഇത്രയും നാള് കുടുംബത്തിന് പുറത്തുള്ള ആളുകളായിരുന്നു രേണുവിനെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ രേണുവിന്റെ കുടുംബത്തിന്റെ അകത്തുനിന്ന് ഇങ്ങനെ ഒരു അറ്റാക്ക് വന്നപ്പം പുള്ളിക്കാരത്തിക്ക് അത് എങ്ങനെങ്കിലും ഒന്ന് വെളുപ്പിച്ചെടുക്കണം. അതിന്റെ ഒരു നാടകമായിട്ടാണ് സീരിയസ്ലി ഈ കരച്ചിൽ കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയാം. ഇവരുടെ കുറെ കാര്യങ്ങൾ കിച്ചുവിന് അറിയാം, കിച്ചുവിന്റെ കുറെ കാര്യങ്ങൾ ഇവർക്കും അറിയാം. കിച്ചുവിനെ പറ്റിയുള്ള കാര്യങ്ങൾ എന്താണ്, ഇവൻ ഡ്രഗ്സ് യൂസ് ചെയ്യും, ഇങ്ങനെയുള്ള കുറെ ദുശീലങ്ങളൊക്കെ ഇവനുണ്ട്. ഇത് വെച്ചിട്ട് ഇവനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നതാ. അത് അവൻ വന്ന് പബ്ലിക്കായിട്ട് അവൻ അങ്ങ് സമ്മതിച്ചു, ഞാൻ ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, എന്റെ അവസ്ഥ ഇതാണ്, ഇങ്ങനെയാണ്. ഇനി ഇവനെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് കയ്യിൽ ആയുധങ്ങളൊന്നും ഇല്ല. കാര്യം അവൻ ഓൾറെഡി തുറന്നു പറഞ്ഞ് കൺഫസ് ചെയ്ത്. ഇനി അവനെതിരെ എന്തൊക്കെ പറഞ്ഞാലും ആളുകൾ അവന്റെ കൂടെ നിൽക്കും. പക്ഷെ രേണുവിന് പറയാൻ പറ്റത്തില്ല. രേണുവിന്റെ കയ്യിൽ ആ കൂടി ഇരുന്നൊരു പിടിവള്ളി അതായിരുന്നു, അതങ്ങ് ഇല്ലാതായി. ഇനി രേണുവിന് ഡിഫെൻഡ് ചെയ്യാനൊന്നുമില്ല. അതുകൊണ്ട് കിച്ചുവിനെ ഇനി രേണു ഭയക്കും. പിടികിട്ടിയോ? കിച്ചു തന്നെ പറഞ്ഞു ഇവര് തമ്മിൽ പ്രത്യേകിച്ച് കണക്ഷൻസ് ഒന്നുമില്ല, അവനെ ഇവര് ദ്രോഹിച്ചിട്ടുണ്ട്, അച്ഛൻ്റെ കൂടെ പോകാൻ പോലും സമ്മതിക്കാത്ത സ്ത്രീയാണ്. അതായത് അവന് ഈ പറയുന്ന സെന്റിമെന്റ്സ് ഒന്നും ഉണ്ടാവണമെന്നൊന്നുമില്ല. അവന്റെ അച്ഛനെ ഏറ്റവും കൂടുതൽ വിറ്റിട്ടുള്ളത് രേണുവാണ്. അപ്പൊ തീരെ സെന്റിമെന്റ്സ് കാണത്തില്ല. പിന്നെ ആ കൊച്ചു ചേർക്കാൻ ഋതപ്പൻ, അവനെ ഓർത്തങ്ങാണോ അവൻ മിണ്ടാതിരിക്കുമെങ്കിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ അടവുമായിട്ട് ഇറങ്ങിയേക്കുക. വീട്ടിന്റെ അകത്തുനിന്ന് ഒരാൾ അഗനിസ്റ്റ് ആയ സമയത്ത് ചേച്ചിയുടെ നിലനിൽപ്പിനെ അത് ബാധിക്കും. അപ്പൊ പിന്നെ കുറച്ച് കരച്ചിലൊക്കെ കാണിച്ച് ആളുകളെ ഒന്ന് ടിസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഈ കരച്ചിലുണ്ട് നിങ്ങൾക്ക് വല്ലതും തോന്നുന്നുണ്ടോ? ഒന്നും ഒരു കണ്ണീര് പോലും വരുന്നില്ല അതിനകത്ത്. ചേച്ചി ഇത്ര നാൾ കോണ്ടന്റ് കൊടുത്താണല്ലോ ആൾക്കാരെ കൊണ്ട് കോണ്ടന്റ് ചെയ്യിപ്പിച്ചത്. ഇനി കോണ്ടന്റ് കൊടുക്കണ്ട, വീട്ടിന്റെ അകത്തുനിന്ന് തന്നെ ചേച്ചിക്ക് ആവശ്യത്തിലധികം കോണ്ടന്റ് വന്നിട്ടുണ്ട്. നിങ്ങൾ തന്നെ ഒരു കാര്യം ആലോചിച്ച് നോക്ക്. ഈ സ്ത്രീ മനഃപൂർവ്വം കോൺട്രവേഴ്സീസ് ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയാണ്. അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളുടെ പേര് പറ, ഇത്രയും മാസങ്ങൾ വർഷങ്ങളായിട്ട് ലൈം ലൈറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ പേര് പറ. ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പ് രേണു ലൈം ലൈറ്റിലാണ്, ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴും രേണു ലൈം ലൈറ്റിലാണ്, ബിഗ് ബോസിന് ശേഷം സ്റ്റിൽ ഇപ്പോഴും രേണു ലൈം ലൈറ്റിലാണ്. അതെന്തുകൊണ്ടാ? ഒന്ന്, നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഈ കാട്ടായങ്ങൾ. 2, നിങ്ങൾ ഈ കാട്ടായങ്ങൾ കാണുമ്പോൾ ഇതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്ന ആളുകൾ, ഞാൻ അടക്കമുള്ള ആളുകൾ. ഞാൻ അങ്ങനെ ഇവരെ പറ്റി അധികം വീഡിയോ ഇപ്പൊ അങ്ങനെ ചെയ്യാറില്ല. ഇപ്പൊ ലാസ്റ്റ് 2 വീഡിയോ ഇവരെ പറ്റി ചെയ്തു. സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഇതൊക്കെ കാരണമാണ് ഇവർ സ്റ്റിൽ ലൈം ലൈറ്റ് നിൽക്കുന്നത്. അതാ പറഞ്ഞത്, രേണുവിനൊരു ഹരമാണ് ഈ ലൈം ലൈറ്റ് നിൽക്കുന്നത്, ഇങ്ങനെ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കുന്നത്. പക്ഷെ വീട്ടിനകത്തുനിന്ന് ഒരു സാധനം വന്നപ്പോഴത്തേക്ക് അതിനെ വെളുപ്പിക്കാൻ വലിയ പാട് പെട്ടുപോയി. അതിൻ്റെയാണിത് കരച്ചിൽ. പിന്നെ ഇങ്ങനെയുള്ള സ്ത്രീകളുടെ സ്ഥിരം ഒരു ക്ലീശ ഡയലോഗ് ഉണ്ട്, അതാണ് ഇനി രേണു അടിക്കാൻ പോകുന്നത്. അതൊന്ന് കേട്ടോ. ഇതിപ്പോ ആഘോഷിക്കാൻ ഈ ഒരു വീഡിയോ ഞാൻ ഇട്ട് കഴിഞ്ഞ് ഇത് ആഘോഷിക്കാൻ ആൾക്കാർ കാണും ഇഷ്ടം പോലെ. അവള് കള്ളക്കരച്ചിലുമായിട്ട് ഇറങ്ങി, അവള് മുതലക്കരച്ചിലുമായിട്ട് ഇറങ്ങി. ഞാനും ഒരു മനുഷ്യനാണ്, മനസ്സിലായോ? എനിക്ക് വേണമെങ്കിൽ ചെയ്യാം, കാരണം ഇത് കേൾക്കാതിന്റെ അപ്പുറം ഞാൻ കേട്ട്. സ്ഥിരം ക്ലീശ ഡയലോഗാണ്, എനിക്ക് ചെയ്യാം പക്ഷെ ഞാൻ ചെയ്യൂല. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഈ കണ്ണീരിൽ നിങ്ങൾ വിശ്വസിക്കരുത്. വിശ്വസിച്ച് പോയാൽ തീർന്ന്. സ്റ്റിൽ ഇവരെ സപ്പോർട്ട് ചെയ്ത് വരുന്ന, ഇവരെ താങ്ങി നടക്കുന്ന കുറെ ടീംസ് ഉണ്ടാവും. താങ്ങിക്കോ, ഒന്നും പറയാനില്ല. ചില കാര്യങ്ങൾ എന്നെ ബാക്കിലോട്ട് നിർത്തുവാണ്, ചില കാര്യങ്ങൾ എന്നെ പിടിച്ചു വെക്കുവാണ്.
ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. പുതിയ ഷോർട്ട് ഫിലിം വല്ലതും കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ദാസേട്ടനും പിന്നെ വേറെ കുറെ വെടലങ്ങളും മണ്ണങ്ങളും ഉണ്ടല്ലോ, അവന്മാരുമായിട്ട് വല്ല കുറുന്താളിപ്പോ ആൽബവും കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ വല്ല റാസൽ കൈമേലെ ബാർ ഡാൻസ് വല്ലതും കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇത്രയും പ്രോജക്റ്റുകൾ കമ്മിറ്റ് ചെയ്തിട്ടേക്കാണ്. അപ്പം പെട്ടെന്ന് പോയിട്ട് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, ഒരുപാട് പണിയുള്ളതല്ലേ, അതുകൊണ്ടാ, വേറൊന്നുമില്ല. മനസ്സിലായോ? പക്ഷെ എനിക്കറിയില്ല, ഇത് ഈ നിരന്തരം ഈ നെഗറ്റീവ് കോളുകളുടെ ഈ ഒരു ഇതെനിക്ക് സ്ട്രെസ് താങ്ങാനാവാതെ ചിലപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ചെയ്യുമായിരിക്കും. ഞെക്കി പിഴിഞ്ഞിട്ട് ഒരു തുള്ളി കണ്ണീര് പോലും വരുന്നില്ല എന്നുള്ളതാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് വെള്ളമൊക്കെ ഇവിടെ കണ്ടൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. അത് തന്നെ പിന്നെ ഒഴുകി ഇങ്ങോട്ട് താപ്പോട്ട് വരിക. അയലിട്ട തോർത്ത് പോലെ കണ്ണിനെ ഞെക്കി പിഴിയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പിടിച്ച് എന്നിട്ടും വരുന്നില്ലെന്ന്. മുടിയൊക്കെ ബാക്കിലോട്ട് ഇട്ടപ്പോഴാണ് ഓർക്കുന്നത്, അയ്യോ കരച്ചിൽ സീനാണല്ലോ. എന്നിട്ട് ബാക്കിലോട്ടൊക്കെ പിടിച്ചിട്ട് പൂക്കള വരച്ചാണ്. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ പരത്തെറി വിളിക്കുന്നത് എനിക്കറിയത്തില്ല. നശിപ്പിച്ച് ഒന്ന് മൂട് പിടിച്ച് വന്നത്, അപ്പോഴത്തേക്ക് മണിക്കിനാവിൻ കൊതുമ്പ് വെള്ളം തുഴഞ്ഞു വന്നു. രേണു എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അവസ്ഥ. ഒന്ന് കരഞ്ഞു വന്നതേ ഉള്ളു, അതിനു മുമ്പേ മണിക്കിനാവ് കൊണ്ടുപോയി. ആ കരച്ചിലും മണിക്കിനാവിനകത്ത് കയറി അങ്ങ് പോയി. എന്തുവാടേ ഇത്, കഷ്ടപ്പെട്ടൊരു മൂഡ് ക്രിയേറ്റ് ചെയ്ത് വന്നതാണ്. ഇല്ലാത്ത കണ്ണീര് എങ്ങനെയൊക്കെയോ ഞെക്കിപ്പിഴിഞ്ഞ് കൊണ്ടുവരുമ്പോഴാണ് മണിക്കിനാവ് വരുന്നത്. തീർന്ന് സമാധി. അപ്പൊ രേണുവിന്റെ അടുത്ത് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ. ഇപ്പൊ രേണുവിന് ഇത് ലോട്ടറി ആയിട്ട് കൂട്ടിയാൽ മതി. ഇത്ര നാള് കോണ്ടന്റ് കഷ്ടപ്പെട്ട് കോണ്ടന്റ് കൊടുത്തിട്ടായിരുന്നല്ലോ രേണുവിന്റെ ഓരോ കോണ്ടന്റും എയറിലായിക്കൊണ്ടിരുന്നത്. ഇതിപ്പം ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു ലോട്ടറി ആണല്ലോ, അത് എൻജോയ് ചെയ്യുക. ഈ ഒരു ഫെയിമും കൂടെ എൻജോയ് ചെയ്യുക. മനസ്സിലായോ? രേണു എത്രമാത്രം ഫേക്ക് ആണെന്ന് ഇപ്പോഴും പലർക്കും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് വേറൊരു കോമഡി. ആൻഡ് എന്താണെങ്കിലും നടക്കട്ടെ, കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? താഴെ ഒന്ന് കമന്റ് ചെയ്യുക. വേറെ വീഡിയോ ഇട്ടാൽ. അപ്പൊ ശരി.